വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡ് ബ്ലോക്ക് 6-ലെ 4-ാമത്തെ യൂണിറ്റായ നെഹ്റു ഫോറിൻ പോളിസി എന്ന യൂണിറ്റിൻ്റെ ഷോർട്ട് നോട്ട്സാണ്. ഈ ടെസ്റ്റിൻ്റെ മുഴുവൻ നോട്ട്സ് ലഭിക്കുന്നതിനും അതേപോലെ ഷോർട്ട് നോട്ട്സ് ലഭിക്കുന്നതിനും ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. ഒന്ന്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് നെഹ്റൂസ് ഫോറിൻ പോളിസി, നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കഷ്ടപ്പെട്ട് നേടിയെടുത്ത പരമാധികാരം സംരക്ഷിക്കുക, രാജ്യത്തിൻ്റെ അതിർത്തികൾ കാത്തുസൂക്ഷിക്കുക, വേഗത്തിലുള്ള സാമ്പത്തിക വികസനം ഉറപ്പാക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ 3 പ്രധാന ലക്ഷ്യങ്ങൾ. ലോകസമാധാനം, സാമ്രാജ്യത്വ വിരുദ്ധത, കൊളോണിയൽ വിരുദ്ധത, വംശീയ വിവേചനത്തോടുള്ള, ഉദാഹരണത്തിന് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം, ശക്തമായ എതിർപ്പ് എന്നീ ആശയങ്ങളിലൂന്നിയാണ് ഈ നയം രൂപീകരിക്കപ്പെട്ടത്. അടുത്തത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്സ്, ചേരിചേരാ നയം, NAM. ഇതും പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ശീതയുദ്ധകാലത്ത്, വേൾഡ് വാർ, ലോകം അമേരിക്കയും സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ 2 സൈന്യ ചേരികളായി തിരിഞ്ഞപ്പോൾ നെഹ്റു ഒരു ചേരിയിലും ചേരാതിരിക്കാൻ തീരുമാനിച്ചു. പകരം അദ്ദേഹം ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകി. ചേരിചേരാ നയം എന്നാൽ ലോകകാര്യങ്ങളിൽ നിന്നുള്ള പിന്മാറ്റ നിഷ്പക്ഷതയോ ആയിരുന്നില്ല, മറിച്ച് സൈനിക സഖ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടൊപ്പം ലോകസമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്നതിനും വേണ്ടി സജീവമായി ഇടപെടുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അടുത്തതാണ് പഞ്ചശീല തത്വങ്ങൾ, പഞ്ചശീൽ അസൈൻമെൻറ്റ് 1954. ഇതും പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ച ചോദ്യമാണ്. 1954 ഏപ്രിലിൽ ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻലായുമായി നെഹ്റു ചരിത്രപ്രധാനമായ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചു. സമാധാന സൗഹൃദത്തിനായുള്ള 5 തത്വങ്ങളാണ് ഇത് മുന്നോട്ട് വെച്ചത്. 1. പരസ്പരമുള്ള അതിർത്തികളെയും പരമാധികാരത്തെയും ബഹുമാനിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, തുല്യതയും പരസ്പര സഹകരണവും ഉറപ്പാക്കുക, സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കുക. ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ അടിസ്ഥാന ശിലയായി ഇത് മാറി. അടുത്തത് അഫ്രോ ഏഷ്യൻ യൂണിറ്റി ആൻഡ് ബണ്ടൻ കോൺഫറൻസ് 1955, ഏഷ്യൻ ആഫ്രിക്കൻ ഐക്യവും ബാൻഡുങ് സമ്മേളനവും. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ ഐക്യത്തിനായി നെഹ്റു ശക്തമായി വാദിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ 1947 അദ്ദേഹം ന്യൂഡൽഹിയിൽ ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് വിളിച്ചു ചേർത്തു. ഈ ശ്രമങ്ങളുടെ ഫലമായാണ് 1955 ഇന്തോനേഷ്യയിലെ ബാൻഡുങ്ങിൽ ചരിത്രപ്രധാനമായ ആഫ്രോ ഏഷ്യൻ സമ്മേളനം നടന്നത്. ഇന്ത്യയും മറ്റ് നവസ്വതന്ത്ര രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും മികച്ച കാലഘട്ടമായിരുന്നു ഇത്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക രൂപീകരണത്തിന് അടിത്തറ പാകിയതും ഈ സമ്മേളനമാണ്. അടുത്തത് സപ്പോർട്ട് ടു ദ UN ആൻഡ് കോമൺവെൽത്ത് മെമ്പർഷിപ്പ്, ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള പിന്തുണയും കോമൺവെൽത്ത് അംഗത്വവും. അന്താരാഷ്ട്ര തർക്കങ്ങൾ ഐക്യരാഷ്ട്രസഭയിലൂടെ പരിഹരിക്കണമെന്ന് നെഹ്റു ഉറച്ചു വിശ്വസിക്കുകയും അതിൻ്റെ സമാധാന ദൗത്യങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തു. കൂടാതെ കൈപ്പേറിയ കൊളോണിയൽ ചരിത്രമുണ്ടായിരുന്നിട്ടും സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇന്ത്യയുടെ പരമാധികാരത്തിനോ റിപ്പബ്ലിക് പദവിക്കോ കോട്ടം തട്ടാതെ. സാമ്പത്തിക രാഷ്ട്രീയ സഹകരണത്തിന് ഉപയോഗപ്പെടുത്താവുന്ന ഒരു മികച്ച വേദിയായി അദ്ദേഹം അതിനെ കണ്ടു.
അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ചോദ്യങ്ങൾ. A short note answer question. What is mean by പൂർണ്ണ സ്വരാജ്? പൂർണ്ണ സ്വരാജ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? റൈറ്റ് എ ഷോർട്ട് ഓൺ ദ സിമൺ കമ്മീഷൻ. വാട്ട് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദ മലബാർ റെബില്യൻ? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്ന ക്വസ്റ്റ്യനുകളാണ്. ഇതിൻ്റെയൊക്കെ മൊത്തം അടങ്ങിയ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വാട്സപ്പിലെ മറ്റേ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിലൂടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.